ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് കരുതി. കാരണം ഈ 26-ാം തീയതി എൻ്റെ മകൻ്റെ ജന്മദിനാണ്. അപ്പോൾ അവന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം. അവനൊരു പപ്പയുണ്ട്. അപ്പോൾ പപ്പൻ്റെ വകയായിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം കൂടി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ബസ്സിന് പോകാമെന്ന് കരുതി. എന്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് കാലമായി വാഹനം ഓടിക്കാൻ വളരെ മടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് എന്തോ ഒരു മടി. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സിന് പോകാൻ. താമരശ്ശേരി പോയിട്ടാണ് മേടിക്കുന്നത്. അവനും മകനും മകളാണെങ്കിലൊക്കെ ബാറ്റയുടെ ചെരുപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു കോഴിക്കോട് ബാറ്റ ഉണ്ട്, അതേപോലെ കൊയിലാണ്ടി ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അത്ര കളക്ഷൻ തോന്നുന്നില്ല, കളക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ താമരശ്ശേരി ഉണ്ട്, അവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു താമരശ്ശേരി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ്സിനാണ് പോകുന്നത്. അതിൻ്റെ മുമ്പായിട്ട് എനിക്കൊന്ന് DTDC പോകണം, ഫോട്ടോ കൊറിയർ ചെയ്യാണ്ട്. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞത് പോകണം. വണ്ടി എടുക്കാതെ പോകാൻ എനിക്ക് യാതൊരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുത്തിട്ട് തന്നെ വേണം പോകാൻ. ആദ്യം അപ്പം ഫോട്ടോ കൊറിയർ ചെയ്യാൻ പോവാണ്. ഫോട്ടോ കൊറിയർ ചെയ്തതിന് ശേഷം വേണം വീട്ടിൽ വാഹനം കൊണ്ട് വെച്ചിട്ട് പിന്നെ പോയിട്ട് ബസ്സിന് കയറാൻ. അപ്പോൾ നേരെ DTDCയിലേക്ക്. അപ്പോൾ ഫോട്ടോ DTDCയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. എൻ്റെ വണ്ടിയുടെ മറ്റേ ബാറ്ററി, ചാവിൻ്റെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇന്നാൾ സർവീസിന് കൊടുത്തപ്പോൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അടിയുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പം DTDCയിലേക്ക് പോട്ടെ. DTDCയിലേക്ക് പോവുകയാണ്. പോയിട്ട് ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് വണ്ടി വെച്ച് എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിട്ട് ബസ് കയറിയിട്ട് വേണം പോകാൻ. അത്രയും മെനക്കെട് വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും വണ്ടി എടുത്തിട്ട് പോകാമെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, ഭയങ്കര മടി എനിക്ക് വണ്ടി ഓടിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ച് പൂനൂരെത്തിയാൽ വാപ്പ വരുമെന്ന് വിചാരിക്കുന്നു. വാപ്പനെ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. എവിടെയെങ്കിലും ഓർഡറൊന്നും പോകാനില്ലേ വാപ്പ ഉണ്ടാവും പൂനൂരെത്തിയിട്ട്. ഇല്ലാച്ചാൽ താമരശ്ശേരിക്ക് തന്നെ ബസ് കയറണം. ഇങ്ങനെ വണ്ടി പോയിട്ട് ശീലിച്ച ഒരാൾക്ക് ബസ് കയറിയിട്ട് ഓരോരോ ഷോപ്പ് ഇങ്ങനെ കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു സംഭവമായിരിക്കും. അതിനെക്കാട്ടി മടി വേറെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാനുള്ള മടിയുണ്ട്. ആ ഒരു മടിയേ അല്ല എന്ന് വിചാരിച്ചിട്ട് ആട്ട് പോവുക. അങ്ങനെ DTDC പോയി ഗൈസ്. എന്നെ തട്ടമിടാതെ കാണാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരില്ലേ ഗൈസ്, ഞാൻ തട്ടമിട്ടിരിക്കുന്നു ഗൈസ്. പിന്നെ വീട്ടിൽ കൂടെ തട്ടിട്ടില്ലെങ്കിലും പുറത്തിറങ്ങുമ്പോൾ നല്ല ദീനിയാണ് ഗൈസ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ DTDC പോയി ഫോട്ടോ ഒക്കെ കൊടുത്തു. തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലത്ത്, നട്ടുച്ച വെയിലത്ത്. രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് എവിടുന്ന് അടിയെന്ന് ചോദിക്കും. എന്താന്ന് പറയാനായിട്ടാ, ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഈ ലൈറ്റുകളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും നിനക്ക് ഇവിടുന്ന് അടി ഈ അമ്പലമൊക്കെ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം അമ്പലം തന്നെയാണ്, ഞങ്ങളൊന്നുപോലെ നിൽക്കുന്ന അമ്പലമാണ്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ വലുതാക്കി കഴിക്കുന്നൊന്നുമില്ല, ചെറുതാക്കിയിട്ടാണ് കഴിക്കുന്നത് ഉത്സവം. അതുകൊണ്ട് വലിയ ബഹളവും കാര്യങ്ങളും ഇല്ല.
ഇനി 2 ദിവസം കഴിഞ്ഞാൽ അറിയാം കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 23-നാണ് തോന്നുന്നു. അപ്പോൾ അന്നേക്ക് ഉണ്ടാവുമോ എന്നുള്ളതും അറിയത്തില്ല. മറ്റ് ഈ ലോക്കൽ പരസ്യങ്ങളുണ്ടല്ലോ, അടുക്ക തേങ്ങ ഇതൊക്കെ എടുക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോക്കൽ പരസ്യങ്ങളൊക്കെയാണ് വെക്കൽ. അപ്പം അങ്ങനെയാണ്. ബസ് കയറാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നടപ്പ് വിചാരിക്കും വണ്ടിയെടുത്ത് പോയാൽ മതിയായിരുന്നു. പക്ഷേ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനം നോക്കിയത്. അവൾക്കൊക്കെ ബസ്സിന് കയറാൻ ഭയങ്കര മടിയാണ്. അവൾക്കോലെ ഒരു കൊല്ലുന്നതിന് സമമാണ് ബസ്സിന് കയറുക എന്ന് പറയുന്നത്. പക്ഷെ കുട്ടികളായ ബസ്സിലൊക്കെ കയറി ശീലിക്കണം, അല്ലേ ശരിയാവില്ല. അതാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, മുറ്റത്തൊരു മൈന. കൂനൂരെത്തി. ബാപ്പി വന്നു. ബാപ്പിൻ്റെ ഓട്ടോറിക്ഷയിൽ താമരശ്ശേരിക്ക് പോവുകയാണ്. ഉള്ളത് പറയാമല്ലോ ഗൈസ്, നടക്കുന്നൊരു ബസ്സായി. 1.5 നടപ്പായില്ലേ മോനെ? ആ നടക്കാന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടി പോകുന്നാവും പറയുന്നത്. അങ്ങനെ ഏഴുന്നൊരു ബസ്സായിരുന്നു. ഞാൻ 100 പ്രാവശ്യം വിചാരിച്ചു വണ്ടി എടുത്ത് വന്നാൽ മതിയായിരുന്നു. ഇത് കണ്ടോ, മുറ്റത്തൊരു മൈന. അപ്പോൾ അവനൊരു ഷൂ മേടിക്കണം, ഡ്രസ്സ് മേടിക്കണം, ഒക്കെ മേടിക്കണം. അങ്ങനെയാണ്. ഓക്കേ ബപ്പിയേ. ചെരുപ്പ് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ ഗൈസ്, വലുതുണ്ടോ? ഇതാണ് എടുക്കുന്നത്. എടാ ഒന്ന് വെക്കോട്ടെ, അങ്ങോട്ടേക്ക്. ഓന്റെ കാലിലിട്ട് കാണിച്ചു കൊടുക്കുക. ബർത്ത്ഡേയാ, സമ്മാന. അപ്പൊ ഇതാണ് ഓന് സെലക്ട് ചെയ്തത്. ഇഷ്ടായില്ലേ? ഓന് കളർ അയക്കുമല്ലേ? പാദസരത്തിന്റെ ഭംഗി കാണുന്നുണ്ട്. ഇതിങ്ങനെ നോക്കണം. സൂപ്പർ അല്ലേ? രസല്ലേ? സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കിച്ചതായിരുന്നു. ബോഡി വിത്ത് മസിൽസ്. ഡ്രസ്സ് നോക്കാൻ കയറിയതാണ്. തിരിയരുതേ. വാപ്പി അതാ നോക്കിക്കൊണ്ടിരിക്കുന്ന. അത് റെഡിയാ, ആ ഒരു സൈസിൽ എടുത്താൽ മതി. ഞാൻ എതിലെ പോവുകയാണെങ്കിലും എൻ്റെ വയ്യേക്ക് ചാടി വീകുകടാ. ഇനി ഏട്ടാ പോണേ. ഞാൻ എതില് പോയാലും എൻ്റെ കൂടെ ചാടി വീകുന്നൊരു സാധനമാണ്. ഇങ്ങോട്ടൊക്കെ എടോ ഡോഡോ ഒരു ഹൈ പറ. എടാ അതെന്താ എന്നെ കാണിച്ചാല്? അങ്ങനെ പറയല്ല, എന്നെ സിനിമയിലെടുക്കട്ടെ. അങ്ങനെ പറയല്ലടേ. ഓതാ കണ്ടോ, ഓന് കുറവാണ് പോലും. അപ്പൊ ഏതായാലും ഇത് എടുപ്പോയി അഭിപ്രായം പറയും. മോനെ ജസിത്ത വെറുതെ പറഞ്ഞ ഞാൻ താമരശ്ശേരി ഉണ്ട്. മോനെ എന്റെ താക്കോലൊന്നും കൊടുക്കല്ലേ. ഇവിടുന്ന് 2 സ്റ്റോപ്പ് അപ്പറാണ് KSRTC. ഇനി വാങ്ങിയ ഉടനെ ഞാൻ എൻ്റെ ഒപ്പനെ വിളിക്കൂ. രസമുണ്ട്.
ഏത് പ്രശ്നമില്ലാത്ത ഉപ്പനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടോ ഇല്ലേന്ന്. ഓ വാപ്പിക്കാണോ വളാക്കി? ഇന്ന് വാപ്പിന്റെ വക ചെലവാ. ഏത് ഞമ്മളാ വാങ്ങിയതോ? ഇത് ഞാൻ വാങ്ങി കൊടുത്ത വാച്ചല്ലേ? ഇത് ഞാൻ മേടിച്ചു കൊടുത്ത വാച്ചാണ് ഗൈസ്. ഉപ്പ അല്ല അവന്റെ പപ്പക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വാച്ചാണ്. അത് അവൻ അടിച്ചു മാറ്റി. വല്ലാത്ത ദുഷ്ടൻ. ഇതാണ് ഡ്രസ് എടുത്തത്. എന്താ സിനിമ പറയല്? എന്തു പറഞ്ഞിട്ട്? എന്നാ പോട്ടെ. ആര് വെറുക്കണോ? ഞാൻ എന്നെ വെറുക്കൂല. എന്നാ പിന്നെ ഇന്നെ കൊണ്ട് ഇതാ ഇപ്പം വാങ്ങിപ്പിച്ചതാ. കാണിച്ചെടുക്ക്. ഇതാ ഇപ്പം വാങ്ങിപ്പിച്ചതാണ് ഗൈസ്. ബില്ല് 1.5 ബില്ലായിപ്പോയി. എന്നാ പിന്നെ എസ്സാ പോട്ടെ. ഓ ഞാൻ വിളിക്കാം. ഓ വാപ്പി ഒന്നും കൊടുക്കുന്നില്ലേ? പാവണ്ടാവും വാപ്പി, എന്തെങ്കിലും കൊടുക്കി. വാപ്പി പോക്കറ്റ് കൈ ഇടുകയാണെന്ന്. എന്തെങ്കിലും കൊടുക്കുക വാപ്പിയെ, പാവണ്ടാവും. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് ചൊറയുന്നതാ. 500 കൊടുക്കുക വാപ്പിയെ. ആ 500. ഓക്കെ ബൈ. അപ്പൊ സാധനമൊക്കെ വാങ്ങിക്കാറ് മോളെ. അപ്പൊ സാധനമൊക്കെ വാങ്ങി, ബില്ലും കിട്ടി. ഒന്ന് ഡ്രസ്സ് എടുത്ത് കൈമലിടാൻ എന്തോ ഒരു സാധനം, വള. പെൺകുട്ടികളെ മാതിരി 2 ആൾ ഓരോ വളയും എടുത്തിട്ട് ഒക്കെ കൊണ്ട് ഞാൻ വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി, പൂനൂരെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു, ചോറ് തിന്നു. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് എന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. ഇപ്പം പോവും. പിന്നെ 5 മണിയായി. ഇപ്പം പോവും. ഇവിടെ വന്നവരാണ് ചോറ് കഴിച്ചത്. എന്തായിരുന്നു? ചക്കക്കുരു ചോറ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ കുരു കറി വെച്ചതും, ചിക്കൻ കറിയും, അയില പൊരിച്ചതും, പയറുപ്പേരിയും. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചോറ് കണ്ട് ആകാംക്ഷയിൽ എല്ലാം വിട്ടുപോയി. അങ്ങനെ ഇവിടെ എത്തി. ഇനിയിപ്പം തിരിച്ചു പോകണം. ഏത് നടക്കുന്ന ബസ്സാണാവോ കിട്ടുക എന്ന് തമ്പുരാനറിയാം. അപ്പോൾ ഇനി തിരിച്ചവിടെ എത്തണം. ഒരു സൈക്കിൾ അങ്ങേക്ക് കൊണ്ടുപോകണടാ. വാപ്പിനോട് വരിപ്പം പോരും. അപ്പം അങ്ങനെയാണ്. മോൻ്റെ സൈക്കിളുണ്ട്. മോനും മോൾക്കും സൈക്കിൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം അവിടെ എന്താ വെച്ചാൽ വീടിൻ്റെ മുമ്പ് കൂടെ തന്നെ പറഞ്ഞതുപോണം ഇഷ്ടം പോലെ വണ്ടി പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഞാനും കംഫർട്ടല്ല. ഇവിടെ ആകുമ്പം കുറച്ച് ഉൾപ്രദേശമാണ്. ഇവിടുന്ന് അവർക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. മോള് മുറ്റത്തൂടി കൊണ്ട് ഓടുമ്പോൾ കൂടിയൊക്കെ ഓടിക്കും. അപ്പോൾ ഒരു സൈക്കിള് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടുന്ന് ജസ്റ്റ് ഷോപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് ഉണ്ടായിരുന്നു. അത് അരുണിൻ്റെ അമ്മൻ്റെ അടുത്താണ്. അതുകൊണ്ട് മറ്റ് ഓന് ബൈക്കിൽ മേലെ അങ്ങ് പോയിക്കോളും.
ബൈക്കൊക്കെ ഓടിക്കാനായിട്ട് ലൈസൻസ് എടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ലോങ് ഒന്നും പോകാറില്ല. വീടിൻ്റെ ആ പരിസരത്തൂടെയാ എന്നല്ലാണ്ട് 15 വയസ്സായി. 3 കൊല്ലോടിയായ ലൈസൻസ് എടുക്കാനായി. 15ാമത്തെ വയസ്സാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബാക്കി പൈസ വീണുപോയി. എൻ്റെ മകൻ പൊട്ടനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പൈസ കൊടുത്തോനെ പിടിയെ പറഞ്ഞേക്കാൻ പോയ പൈസ എടന്നോന്ന് ഓർമ്മല്ല. എടറ്റടാ ദാക്കുന്ന പോത്തെ ദാക്കുന്ന ഇഞ്ച മോൻ തന്നെ ഇങ്ങി. അപ്പം അങ്ങനെയാണ്. ഓക്കേ ബൈ. അപ്പം ഗായ്സ് വീടിന്ന് പോവാണ്. കയറി മുമ്പിലല്ല ബാക്ക് കയറി. അതായത് വാപ്പ ഒരാഴ്ചത്തേക്ക് മാത്രം ഓട്ടോറിക്ഷൻ്റെ മുകളിൽ തൂക്കി എൻ്റെ ഫോട്ടോ ആണേ. ഇത് വെച്ചിട്ട് എത്രയായി വാപ്പിയെ എത്ര മാസമായി? 5 മാസമായി അത് വെച്ചിട്ട്. ഒരാഴ്ചത്തേക്ക് വെച്ചതാണെന്നാണ് പറഞ്ഞത്. ഏതായാലും ഓട്ടോയിൽ കയറി ഇനി ബസ്സിന് കയറണം. ഓക്കെ, വണ്ടി കയറിയതിന് ശേഷം പ്ലാനൊക്കെ മാറ്റി സൈക്കിളുമായിട്ട് വാപ്പി ഇറക്കി തരാം സൈക്കിളുമായിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പോയി സൈക്കിൾ എടുത്ത് എത്തി. ഞാൻ പറഞ്ഞല്ല 2 സൈക്കിളുണ്ട്. അപ്പം ഒന്ന് അങ്ങോട്ട് എടുത്താൽ ഒന്ന് അവിടെ ഷോപ്പിലൊക്കെ പോകാൻ സുഖമാണല്ലോ. അങ്ങനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് ബസ്സിൽ നടക്കേണ്ട ഒരു അവസ്ഥ ഇല്ല ഗൈസ്. വേഗം കിട്ടും. ആ പോട്ടെ. അങ്ങനെ ആജിഫാനിൽ വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായി. അപ്പോൾ വീട്ടിൽ സൈക്കിൾ ഇറക്കിച്ച് വാപ്പയാടെ ഫ്രൂട്ട്സ് ഐഡിയയിലൊന്ന് ആ പോയി വാങ്ങിയിരുന്നു വരിക. അങ്ങനെയാണ് ഫ്രൂട്ട്സ് മേടിക്കാൻ പോവാണ്. അജിഫാനിന് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായി. പിള്ളേർക്ക് ഒരു പ്രോട്ടീൻ പൗഡർ പോലെ ഉണ്ടാക്കാറുണ്ട്, അതിൽ ഇടാൻ വേണ്ടി. അങ്ങനെ ഗായ്സ് ഞങ്ങളിതാ വീട്ടിലെത്തി. വാപ്പി ഇങ്ങോട്ടാക്കി തന്നു. വീട്ടിലെത്തി കൊയിലാണ്ടി പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും നട്ട്സും ഒക്കെ വാങ്ങാനുണ്ടായും. ഒക്കെ വാങ്ങി തിരിച്ചു വന്നു. കരിയായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അങ്ങനെയാണ്. അപ്പോൾ ഓരുണ്ട് ജ്യൂസ് അടിക്കാൻ പോയിക്ക്. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. മേലൊക്കെ കഴുകി. വാപ്പി അമ്പലത്തിൽ പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉത്സവമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് പറ്റിയാൽ ഞാൻ ചെയ്തിടുന്നുണ്ട്. അരുണങ്ങ വന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം വാപ്പി തിരിച്ചു പോയില്ല, ഉത്സവപ്പറമ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അരുണ് വരിക വെച്ചാൽ നേരത്തെ വരിക വെച്ചാൽ ജസ്റ്റ് പോകുന്നുണ്ട്. റോഡുമേലൊക്കെ ലൈറ്റാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വലിയതാക്കിയിട്ടൊന്നും ഉത്സവം കഴിക്കുന്നില്ല. മറ്റ് ഭയങ്കര ബഹളവും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. അവിടെ 3 ചേട്ടന്മാരാണുള്ളത്. അതിൽ 2 ചേട്ടന്മാരും ഗൾഫിലാണ്. ഇനി മേ ബി അതുകൊണ്ടാണോന്നും അറിയില്ല കേട്ടോ. ഏതായാലും ബാക്കി വിശേഷം കാണിച്ചു തരാവേ. അമ്മയും അച്ഛനും ഓന് ഷർട്ട് കൊണ്ടുവന്നു തുടങ്ങി. പക്ഷെ പറ്റിയ വാപ്പിക്കുക 2 ഷർട്ട് കൊണ്ടുവന്നതിന്. പക്ഷെ 2 ഓന് പറ്റൂല. ഇങ്ങനത്തെ ഒക്കെ ഇടലുണ്ട്.
പിന്നെ ഷർട്ട് ചെറുതായി പോയി. അച്ഛനും അമ്മയും അതാ. അച്ഛ ഒരു ഹായ് ഗൈസ് പറ. അമ്മാണ് ഞങ്ങളൊന്ന് കഴിച്ചോളി. അമ്മൻ്റെ ആരും അറിഞ്ഞില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറായിട്ട് കഴിക്കാം. അതാ അവന്റെ ഷൂ ഉണ്ടോ വെച്ചാ? ഓന് പിന്നെ വെള്ളം കൊണ്ടണ്ട് എടുക്കലുണ്ട്. അരുണിന്റെ വെള്ളം വരെ അവനാ തേച്ച് ഒഴുകി കൊടുക്കല്. അതിനെക്കൊണ്ട് കുഴപ്പമില്ല. 26-ന് അന്ന് സ്കൂളില്ല. ആ അന്ന് ശിവരാത്രിയാ. അപ്പൊ ഓന് ബർത്ത്ഡേ അന്ന് സ്കൂൾ പോവാനും ഒഴിവില്ല. കളർ ഡ്രസ് പറ്റൂല. ബർത്ത്ഡേ ആണെങ്കിലും പറ്റൂല. ഒരു കൊണ്ടുവന്ന ഷർട്ട് ഓല് തന്നെ തിരിച്ചു കൊണ്ടുപോവുക. യോഗല്ല അമ്മിണിയേ പോവുക. എന്നിട്ട് ചോറ് എന്നിട്ട് പോവുക. അപ്പേ ചോറുണ്ടോ നിക്ക്? ഇത് എൻ്റെ ഒരു ഷാളാണ്. ഞാൻ ഇന്നിട്ട ഷാളാണ്. അപ്പം ഇത് ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാപ്പിൻ്റെ കയ്യിൽ കൊടുത്തയക്കാം. എന്താ വാപ്പി ഞാൻ ഇന്നിട്ട ഷാള് മോനെ ഒരു കവറിങ് എടുത്താ. മോനെ ഒരു ഷാള് ഇടാനാ. അമ്പലത്തിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടുന്ന് നോക്കിയാൽ കാണും. കണ്ടോ? അമ്പലത്തൊട്ടടുത്താണ്. ഇതാ ഒരാഴ്ചത്തേക്ക് വെച്ച എൻ്റെ ഫോട്ടോ. കാപ്പി പോവാൻ നോക്കുകയാണ്. എന്നിട്ട് ചോറുന്നില്ല. ഒരു ചോറുണ്ടോ നിക്ക്? അങ്ങനെ ദേ ഗൈസ് വപ്പി യാത്രയാവുകയാണ്. അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് വേറെ ഉണ്ടെന്ന് പറയണേ. ആ ആ അങ്ങനെ വാപ്പി പോയി. അങ്ങനെ ഗൈസ് ഇതിലെ പോയിട്ട് ആ പലമത്തുമ്മ കൂടി അങ്ങനെ പോവാ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നാലുപുരക്കൽ നാഗകാളി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഗംഭീരമായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തോ അവർ ചടങ്ങുകൾ മാത്രം കഴിക്കാൻ തോന്നുന്നു. വേറെ ഫങ്ഷനുകൾ ഗാനമേളയും കാര്യങ്ങളും അങ്ങനത്തതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഈ പ്രാവശ്യം കഴിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് അവിടെ 3 ചേട്ടന്മാരാണുള്ളത്. അതിൽ 2 ചേട്ടന്മാരും പുറത്താണ്. അപ്പോൾ അതാണോന്ന് ഓർമ്മയില്ല. അപ്പോൾ ആ പീടിയെ പോയതായിരുന്നു. അപ്പോൾ അതേ അങ്ങോട്ടുള്ള പോവാം, അങ്ങോട്ട് പോകാമല്ലോ. കാര്യങ്ങളൊക്കെയാണ്.
തെറയുണ്ടല്ലോ, തെറയുണ്ട്, തെറ. കാര്യങ്ങളൊന്നും ഇന്നില്ലാത്തോന്നു, വരവാന്ന് തോന്നുന്നു. ഇനി നാളെയാണോ തെറാന്നുള്ള അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു ഉത്സവം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലൂടെ അങ്ങോട്ട് കാണാൻ പറ്റിയാൽ ഞാനൊരു വീഡിയോ പോയി എടുത്തിടുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ.